നമസ്കാരം. ലക്ഷക്കണക്കിന് പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. മറ്റനേകം പേർ വിസ കാത്തിരിക്കുന്നു. എന്നാൽ അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് ഗൾഫിൽ നിന്ന് വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നിയമങ്ങൾ മാറിമറിയുകയാണ്. പ്രവാസി ജീവിതത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളെ വിവിധ തൊഴിൽ മേഖലയിൽ നിന്ന് ഒഴിവാക്കുകയും സ്വദേശീവൽക്കരണം ശക്തമാക്കുകയും ചെയ്യുകയാണ്. UAE-യിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 1,18,000 കടന്നു കഴിഞ്ഞു. 2026 സ്വകാര്യ മേഖലയിൽ 10% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പ്രതിവർഷം 2% സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്ന കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് UAE അറിയിച്ചു കഴിഞ്ഞു. 2021 ആരംഭിച്ച നാഫീസ് പദ്ധതി വഴി സ്വകാര്യ മേഖലയിലെ സ്വദേശി തൊഴിൽ പങ്കാളിത്തം 230% ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫീസ് നടപ്പിലാക്കുകയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെയാണ് സ്വകാര്യ മേഖലകളിലേക്ക് സ്വദേശികളെ ആകർഷിച്ചത്. ശമ്പള പിന്തുണ പദ്ധതി, പെൻഷൻ, ചൈൽഡ് അലവൻസ്, പ്രസവാവധി തുടങ്ങി ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഇവർക്ക് നൽകി വരുന്നത്. കൂടാതെ സർക്കാർ കേന്ദ്രീകൃത ടെൻഡറുകളിൽ കമ്പനികൾക്ക് മുൻഗണനയും ലഭിക്കും. സ്വദേശീവൽക്കരണത്തിന്റെ ഫലമായി കഴിഞ്ഞ ജൂലൈ വരെ 1,13,000 സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ നിയമനം നേടിയിട്ടുണ്ട്. ഇതിൽ 81,000 പേർ നാഫീസ് വഴി നിയമനം ലഭിച്ചവരാണ്. ഈ വർഷം രണ്ടാം പാദത്തിലെ കണക്കുകൾ അനുസരിച്ച് 21,000 സ്വകാര്യ കമ്പനികളിൽ ഇമറാത്തുകളുടെ സാന്നിധ്യവും ഉണ്ട്. രാജ്യത്തെ 50-ലേറെ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് 2026 10% സ്വദേശികളെ നിയമിക്കാൻ ലക്ഷ്യമിടുന്നത്. കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതിവർഷം 2% സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്ന കമ്പനികൾക്ക് മന്ത്രാലയം 3 ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ കേന്ദ്രീകൃത ടെൻഡറുകളിൽ ഈ കമ്പനികൾക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ ഇടപാടുകളിൽ നിരക്കിൽ 80% വരെ ഇളവുണ്ടാകും. എന്നാൽ സ്വദേശികളെ നിയമിച്ചതായി വ്യാജരേഖകൾ ഉണ്ടാക്കി സർക്കാർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച 1934 സ്വകാര്യ സ്ഥാപനങ്ങളെ കണ്ടെത്തിയിരുന്നു. 20,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് ഇത്തരം കമ്പനികൾക്ക് പിഴ ചുമത്തിയത്. എമിറേറ്റൈസേഷൻ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾക്ക് അവരുടെ നാഫീസ് ആനുകൂല്യങ്ങളും മറ്റു മുൻകാല സാമ്പത്തിക ആനുകൂല്യങ്ങളും നിർത്തലാക്കും. പ്രവാസികളുടെ കോടികളാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും പ്രവാസികളുടേതാണെന്ന് ചുരുക്കം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ പ്രവാസികൾക്ക് വലിയൊരു പങ്കുണ്ട്. ഗൾഫിൽ നിന്നുള്ള പണമയക്കൽ കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്താൽ കേരളത്തെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. അനവധി കുടുംബങ്ങളാണ് ഗൾഫിൽ നിന്നുള്ള പണമയക്കലിനായി കാത്തിരിക്കുന്നത്. എന്തായാലും പ്രവാസികൾക്ക് സ്വദേശീവൽക്കരണം അത്ര നല്ലതായിരിക്കില്ല. അവരെ അത് പ്രതികൂലമായി ബാധിക്കാനേ സാധ്യതയുള്ളൂ. പ്രവാസികളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധികളിലോട്ട് പോകാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.